പലപ്പോഴും പലരും വിമർശിക്കുന്നുണ്ട്, മഹാകുംഭമേളയെ വിമർശിക്കുന്നുണ്ട്, ശബരിമലയെ വിമർശിക്കുന്നുണ്ട്, ഗുരുവായൂരിനെ വിമർശിക്കുന്നുണ്ട്, ക്ഷേത്രത്തിൽ പോകുന്നതിനെ വിമർശിക്കുന്നുണ്ട്, ഭസ്മം തൊടുന്നതിനെ വിമർശിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഒട്ടേറെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ മഹാകുംഭമേളയിൽ പോയി അവിടെ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പാപം കഴുകി കളയാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം പ്രസക്തമാണ്. ഇപ്പം ഞാനപ്പോൾ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഹജ്ജിന് പോകുന്നവരാരെങ്കിലും വിമർശിക്കുന്നുണ്ടോ? പ്രത്യേക ഫ്ലൈറ്റ് ഏർപ്പാട് ചെയ്ത് കൊടുക്കണ്ടില്ലേ? ഞാൻ പ്രത്യേകിച്ച് പറയല്ല, ഞാൻ ചോദിക്കുന്നത് ഹൈന്ദവ സമൂഹത്തെ മാത്രം ഇപ്പം മലയാറ്റൂർ പള്ളിയിൽ പോകുന്നുണ്ട്, ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ? എന്താണ് ഈ ഹൈന്ദവതയിൽ മാത്രം പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിമർശനം? അതൊന്ന് ആലോചിച്ച് നോക്കൂ. വേറെ ഏതെങ്കിലും ഈ ജാതി മത വ്യവസ്ഥിതിയൊക്കെ ഇവിടെ നിലവിൽ നിൽപ്പുണ്ട്, ഇതൊക്കെ ശരിയാണ്. അപ്പോൾ എന്താണ് ഇവിടെ സകലത്തിലും രാഷ്ട്രീയം ഉൾപ്പെടെ മതം കലർന്നു. അപ്പോൾ എത്ര ഒരാളെ ചവിട്ടി, അതിന് ഏറ്റവും പറ്റിയ ഹിന്ദുക്കളെ പരമാവധി ചവിട്ടി താഴ്ത്താൻ പറ്റുന്നത് ഇതേപോലുള്ള ആത്മജ്ഞാനികൾ വന്നും ഇല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത്തരം അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കൂ, അതാണ് ഞാൻ പറയുന്നത്. ഇല്ലേ, എങ്ങനെ ഹജ്ജിന് പോകാൻ പ്രത്യേക അവധി ദിവസം, പ്രത്യേക ഫ്ലൈറ്റ്, പ്രത്യേക കാര്യങ്ങൾ ആരെങ്കിലും വിമർശിക്കണ്ട? അവിടെ എന്തൊക്കെ നൽകണ്ടെന്ന്? ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പോകാൻ അവർക്കുള്ള അതിനുള്ള അവസരങ്ങളും അതിനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഗുരുവായൂരിനെ വിമർശിക്കാം, ശബരിമലയെ വിമർശിക്കാം, ഇത്തരം എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഞാൻ ഒരു പക്ഷത്തു നിന്ന് പറയില്ല, ഞാൻ നിഷ്പക്ഷമായിട്ട് മാറി നിന്ന് പറയുവാണ്. ഇത്തരം അവസ്ഥകൾ ഉണ്ടാക്കാവുന്ന ഒരു വിഭാഗമുണ്ട്, അത് ഞാൻ ഇല്ലയെന്ന് പറയില്ല. അപ്പോൾ ഈ ഇത്തരത്തിൽ ഹൈന്ദവ സംസ്കാരത്തെയും ആചാരങ്ങളെയും മാത്രം ഫോക്കസ് ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ട് എന്നാണോ? 100% ഉണ്ടല്ലോ. ഈ സമൂഹത്തിനെ അല്ലാതെ, ഈ ഹൈന്ദവ സമൂഹത്തിനെ അല്ലാതെ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ ഇങ്ങനെ ഒരു വിമർശനാത്മകമായിട്ടുള്ള വാർത്തകളോ സംഭവങ്ങളോ ഉണ്ടോ? ലോട്ടറി ടിക്കറ്റുകാരികളെ കൊണ്ടുവന്ന് അന്ധമായിട്ട് വിശ്വസിപ്പിച്ച് വെട്ടിക്കൊന്നു, അത് അദ്ദേഹം മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളാണ്. എന്താണ് അങ്ങനെയുള്ള സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് പെട്ടെന്ന് കടന്നു കയറാൻ പറ്റുന്ന ഒരു ബുദ്ധിയുള്ളവനും ജനത്തിനെ അവതരിപ്പിക്കാനും പറ്റിയ, ജനത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഇതാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരുത്തിന് അതിന് ഇന്നതൊന്നുമില്ല. മനഃശാസ്ത്രം അല്ലെങ്കിൽ മറ്റുള്ളവരെ കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നത്, റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലോട്ടറി ടിക്കറ്റ് നിനക്ക് 10 ലക്ഷം രൂപ തരാം, കൊണ്ടുവന്ന് അവളെ മുറിച്ച് കളഞ്ഞത്. ഭർത്താവ് തന്നെ ഭാര്യ നീ അവൻ്റെ കൂടെ പോയി ശയിച്ചാൽ കുഴപ്പമില്ല, നമുക്ക് ഇത്ര പരിഹാരം ഉണ്ടാകും ഒരു ദിവസം. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് ഒരുത്തൻ ഒരു കുടുംബത്തിൽ കയറി അതിനകത്ത് സ്വാധീനിക്കാൻ പറ്റിയെങ്കിൽ ചെറിയ കാര്യമാണോ? സ്വർണത്തോടുള്ള ജനത്തിൻ്റെ ആഗ്രഹം, എത്ര ജ്വല്ലറിക്കാരാണ് ജനങ്ങളെ പറ്റിക്കുന്നത്? എത്ര ജോലിക്കാർ ചിട്ടി കമ്പനികൾ നടത്തുക, പ്രൈവറ്റ് ചിട്ടികളൊക്കെ ആൾക്കാർ വിശ്വസിച്ച് പൈസ കൊടുത്ത അവസാനം അതും കൊണ്ടുപോവുക. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ആരെയാണോ വിശ്വസിപ്പിക്കാൻ പറ്റുന്നത്, അതായത് ജനങ്ങളെ ചൂഷണം ചെയ്യുവാനായി അത് പലതരത്തിൽ ചൂഷണം ചെയ്യാനായിട്ടുള്ളവരുണ്ട്. അത് ഈ ഭക്തി വെച്ച് മാറ്റി നിർത്തുമ്പോൾ അതിലല്ലോ. ഇപ്പം സ്വർണ്ണത്തോടെ പണിക്കൂടി ഇല്ലാതെ നമുക്കിതൊക്കെ ചെയ്യാം. അവൻ ചെന്ന് കോടികളെല്ലാം കൂടെ വിറ്റ്, എത്രയോ പേരെ എനിക്ക് കഷ്ടം തോന്നി, എല്ലാം കൂടെ വിറ്റ് അവിടെ കൊണ്ടുവെക്കും. നിസ്സാര വ്യത്യാസമേ വരുള്ളൂ.